തരത്തിലുള്ള ആളുകൾക്കല്ലാത്ത ആളുകൾക്ക് നേരെ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് നേരെ വംശീയമായി വർഗീയമായി ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വലിയ തെറ്റ് ഇന്ത്യയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പശ്ചാത്തലം തിരക്കി പോകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും രണ്ടുപേരും നിരവധിയായിട്ടുള്ള കൊലപാതക കേസുകളിലെ പ്രതികളാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് കൊലപാതക കേസിലെ പ്രതിയല്ലാതാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, 2002 ഫെബ്രുവരി മാസം 27 എന്ന് പറയുന്ന തീയതി ഇന്ത്യക്കാരൻ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. 2002 ഫെബ്രുവരി മാസം 27 തീയതിയാണ് ഗോദ്ര കലാപത്തിന്റെ ആദ്യത്തെ തീ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ കത്തുന്നത്. ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്ന സമർമതി എക്സ്പ്രസിന്റെ ട്രെയിനുകളിൽ തീയാളി കത്തുമ്പോൾ അതാളി കത്തിച്ചതാരാണ്? അതാളി കത്തിക്കുവാൻ നിർദ്ദേശം കൊടുത്തതാരാണ്? 58 കർസേവകർ ആ ട്രെയിനിൽ മരിച്ചു എന്ന് പറഞ്ഞു പരത്തിയതാരാണ്? മരണപ്പെട്ടു എങ്കിൽ അതിന്റെ പിന്നിലെ സൃഷ്ടാക്കളാരാണ്? അതിനെ തുടർന്ന് ഈ രാജ്യത്തെ കത്തിയമർത്തപ്പെട്ട 10,000-കണക്കിന് സാധാരണക്കാരനായ മനുഷ്യരുടെ ജീവന്റെ വില ഈ പറയുന്ന നവ ഇന്ത്യയുടെ ഭരണകർത്താക്കളാണ് ഈ കൊലപാതകത്തിനും കലാപത്തിനും സാക്ഷ്യം വഹിച്ചത് എന്ന് പറയാതിരിക്കാനാവില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും നേരിട്ടിടപെട്ട ഗുജറാത്ത് കലാപത്തിന്റെ സൃഷ്ടിയാണ് ഇന്ന് കാണുന്ന വർഗീയ പീഡനങ്ങൾ എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല. 2002 ഫെബ്രുവരി മാസം 27 തീയതി ഗോദ്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ കത്തി തുടങ്ങുമ്പോൾ എത്രയോ നിർഭാഗ്യകരമായ അവസ്ഥകളിലൂടെയാണ് 28 എന്ന് പറയുന്ന ഫെബ്രുവരി 28 കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ അറിയുന്ന, ഇന്ന് ജീവിച്ചിരിപ്പില്ല, അന്ന് ഗുജറാത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഹരൻ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ആ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഹരൻ പാണ്ഡ്യയ്ക്ക് അറിയാമായിരുന്നു സത്യം എന്താണ് എന്ന്. ഇത് നരേന്ദ്രമോദിയുടെയും ആ കാലത്ത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന നരേന്ദ്രമോദിയുടെ കിങ്കരന്മാരിൽ വലം കൈയായിരുന്ന അമിത്ഷായും ചേർന്ന് ഗുജറാത്തിലെമ്പാടും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ വലിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് 4000-ലധികം വരുന്ന മുസ്ലിം സഹോദരന്മാരെ ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കത്തിച്ചും ബലാത്സംഗം ചെയ്തും കൊന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ പത്രവായനകളിലും ടിവികളിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എങ്കിൽ, ഒരു കാലത്തും മനസാക്ഷി മരവിക്കാത്തിടത്തോളം കാലം അക്ഷരത്താളുകളും വിദ്യാഭ്യാസ ലോകവും നവമാധ്യമങ്ങളും ജീവിച്ചിരിക്കുന്ന കാലത്തോളം 2002 ഫെബ്രുവരി മാസം 28 എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. നരോഗ്യ ഭാട്ടിയ കൂട്ടക്കൊല കേസ് ഇന്ന് കേരളത്തിൽ അല്ല, ഇന്ത്യയിലൊക്കെ പറഞ്ഞത്തേക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ കലാപഭൂമിയിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 541 ഒരു പ്രദേശത്ത് മാത്രമായി. ഹരൻ പാണ്ഡ്യ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു, ഇത് BJPയുടെ സൃഷ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഹരൻ പാണ്ഡ്യ എന്ന് പറയുന്ന മനുഷ്യനെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം, അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നു എന്ന് പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് നാസ മുകളിലേക്ക് വിട്ട ഷിപ്പിൽ നിന്നും തിരിച്ചു വന്ന സുനിത വില്യംസിന്റെ അച്ഛന്റെ സഹോദരൻ കൂടിയാണ് ഗുജറാത്തുകാരനായിട്ടുള്ള ഹരൻ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു ബന്ധം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് കൃത്യം ഒരു വർഷം തികഞ്ഞില്ല 2003 മാർച്ച് മാസം 26 തീയതി ഗുജറാത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നടക്കാനിറങ്ങിയപ്പോൾ ഉദ്യാനത്തിൽ വെടിയേറ്റ് വീണ് മരിച്ചു എന്നുള്ള വാർത്തയാണ് ഞാനും നിങ്ങളും കേൾക്കുന്നത്. ഗുജറാത്ത് കലാപമുണ്ടായി ഒരു വർഷം കഴിയുമ്പോൾ ഗുജറാത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ സംസ്ഥാനത്തിന്റെയും ഇന്ത്യയുടെയും ഭരണ സംവിധാനങ്ങൾ ഒരുക്കി വെച്ച സുരക്ഷാ കവചങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് രണ്ടാളുകൾ ഗുജറാത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വെട്ടിവെച്ചു കൊന്നുപോയെങ്കിൽ പ്രിയപ്പെട്ടവരെ അതൊരു കൊലപാതകത്തിന്റെ ആരംഭം മാത്രമായിരുന്നു. ഒരു കൊലപാതക പരമ്പരകളുടെ ആരംഭമായിരുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വർഗീയവാദിയുടെ അദ്ദേഹത്തിന്റെ കിങ്കരനായിരുന്ന അമിത്ഷായുടെ ഗൂഢാലോചനകൾ തുടങ്ങുന്ന വർഷമാണ് 2003 എന്ന് പറയുന്നത്.
അന്ന് കരൺ പാണ്ഡ്യ വെടിയേറ്റ് മരിച്ച ഇന്ന് 22 വർഷങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ കൊലയാളികളെ പിടിക്കുവാൻ അന്നു മുതൽ ഇന്ന് വരെ ഗുജറാത്ത് ഭരിക്കുന്ന BJPയുടെ മുഖ്യമന്ത്രിമാർക്കോ ഭരണാധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ഗുജറാത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന തന്റെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കരൺ പാണ്ഡ്യയുടെ കൊലപാതകങ്ങളെ കണ്ടുപിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എന്റെ പാർട്ടിക്കാരനായിരുന്ന കരൺ പാണ്ഡ്യയുടെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വർഗീയതയുടെ കാളകൂട വിഷം ഇറങ്ങി വന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്നൊരുക്കിയ വലിയ വർഗീയത വിപത്ത് അവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് 22 വർഷങ്ങൾ പിന്നിടുമ്പോൾ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന 20 വർഷക്കാലം ഗുജറാത്തിൽ 22 വ്യാജ കൊലപാതകങ്ങളാണ്, വ്യാജ ഏറ്റുമുട്ടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 22 വ്യാജ ഏറ്റുമുട്ടലുകളിലും കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നും അവരെല്ലാം ആ കലാപത്തിന്റെ ഇരകളായവരോ ആ കലാപത്തിൽ പ്രതികളായിട്ടുള്ള ഭരണാധികാരിമാർക്കെതിരെ കേസ് നടത്തിയവരോ ആണ് എന്നുള്ള സത്യം നിലനിൽക്കെ ഈ രാജ്യത്ത് മതേതരത്വം എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്ന് ഞാനും നിങ്ങളും സൃഷ്ടിക്കണം. 2003 കരൺ പാണ്ഡ്യ കൊല്ലപ്പെട്ട ശേഷം സുഹൃദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആളെ കരൺ പാണ്ഡ്യയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഗുജറാത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നു. പ്രിയപ്പെട്ടവരെ, എന്നും കോടതി ശിക്ഷിച്ച ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണാധിപന്മാരും വെറുതെ വിട്ടിരിക്കുന്നു സഹൃദീൻ ഷെയ്ഖിന്റെ കൊലയാളികളെ. തുളസിറാം പ്രജാപതി, ഞാനും നിങ്ങളുമൊക്കെ അറിയുന്ന തുളസിറാം പ്രജാപതിയെയും വ്യാജ ഏറ്റുമുട്ടലിൽ കൊന്നത് അമിത്ഷായുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളേവരും കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് അങ്ങനെ വ്യാജ ഏറ്റുമുട്ടലുകൾ ഗുജറാത്തിൽ നിർലോഭമായി നടക്കുന്ന കാലഘട്ടം സഹൃദീൻ ഷെയ്ഖിനും തുളസിറാം പ്രജാപതിയിലും അവസാനിക്കുന്നില്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ സഹോദരിയായിരുന്ന ഇസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന 21 വയസ്സുള്ള പെൺകുട്ടിയെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊന്നു തള്ളിയതും അമിത്ഷായുടെ പോലീസാണ് എന്ന് മറന്നു പോകരുത്. ഇങ്ങനെ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ ഒരു കാലത്ത് ഗുജറാത്തിന്റെ മനുഷ്യ ഭീകരത പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച മുഴുവൻ ആളുകളെയും കൊന്നുതള്ളിയ അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യ ഭരിച്ചിറങ്ങുമ്പോൾ വേട്ടയാടപ്പെട്ടു. അന്നത്തെ നീതിപീഠത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന മലയാളിയായിരുന്ന RV കുമാർ പീഡിക്കപ്പെട്ടു. അന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രധാനിയായിരുന്ന സഞ്ജീവ് ഭട്ട 14 വർഷക്കാലമായി ഇന്നും ഗുജറാത്തിന്റെ ജയിലിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യാവകാശ പ്രവർത്തനത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ദിസാ സെൽസ്വാദിനെ അകത്തിടുവാൻ BJPയുടെ ഗവൺമെന്റ് പലകുറി ശ്രമിച്ചു എങ്കിൽ ഇവിടെയെല്ലാം വർഗീയതയുടെ നിറമാടുന്ന പാർട്ടിയുടെ പേര് BJP RSS സംഘപരിവാർ എന്നാണ്. ഇന്ന് എന്റെയും നിങ്ങളുടെയും നേരെ അവർ കൈവെക്കുന്നുണ്ട് എങ്കിൽ അതിന് ഇന്ത്യയും നിങ്ങളുടെയും നേരെ കൈവെക്കുമ്പോൾ വഖഫിന്റെയും മറ്റുള്ള ബില്ലുകളുടെയും പേരിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വംശത്തിന്റെ ഏതെങ്കിലും ഒക്കെ ആളുകളുടെ പിന്തുണ കിട്ടി എന്ന് വെച്ച് ഇന്ത്യയിൽ വർഗീയത നിറം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അട്ടിപ്പേറവകാശം ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കും ഒരു മതസംഘടനയ്ക്കും ആരും തീരെഴുതി നൽകിയിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വഖഫിന്റെ പേരിൽ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട സന്യാസി ശ്രേഷ്ഠന് അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ട ഒരു സ്കൂളിന് ചരിത്ര പരിപാലനമായ 84 വർഷമായി സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന ഛത്തീസ്ഗഡിലെ സെന്റ് ഫിനോമിന സ്കൂളിന് നേരെ ആക്രമണം നടത്തുമ്പോൾ
കടുത്തൊരു വികാരിയായ പ്രിയപ്പെട്ട അവിടുത്തെ അധ്യാപിക ബിൻസി ജോസഫിനെ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒഡീസയിൽ ആക്രമിക്കപ്പെട്ട പ്രധാനപ്പെട്ട വൈദികൻ ജോഷി ജോർജിന്റെ വീട് കുറവലങ്ങാട് മണ്ഡലത്തിൽപ്പെട്ട ജയഗിരി ഇടവകയിൽപ്പെട്ട അച്ഛനാണ്. അച്ഛന്റെ വീട്ടുകാരൻ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഛത്തീസ്ഗഡിലും ജബൽപൂരിലും ഒഡീസയിലും ആക്രമിക്കും അവസാനിക്കുന്നില്ല. കഴിഞ്ഞ 14 വർഷക്കാലമായി ഓശാന തിരുനാളിന്റെ അന്ന് കുരുത്തോല പെരുന്നാൾ നടത്തിയിരുന്ന ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ചർച്ചിലെ പള്ളി നിവാസികൾക്ക് 2025 ഓശാനയിൽ കുരുത്തോല തിരുനാൾ നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ BJP വീണ്ടും ഡൽഹിയിൽ അധികാരത്തിലെത്തി എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അധികാരം ഏറ്റെടുക്കുവാൻ കടന്നു വന്നപ്പോഴുള്ള സാഹചര്യമാണ്. കാരണം അവരാദ്യമായി ഇന്ത്യയിൽ കടന്നു വന്ന് ഏതോ ഒരു ചെറു പ്രദേശത്തെ ചെറിയ ആളുകളെ സ്വാധീനിച്ച് അവരുടെ കൈക്കലാക്കി, ആ ഭാഗത്തെ അവരുടെ കൈക്കലാക്കി, ചെറിയ സമുദായത്തെ കൈക്കലാക്കി, അങ്ങനെ ഏതോ ചെറിയ വിഭാഗങ്ങളെ കൈക്കലാക്കി അവസാനം തമ്മിലടിപ്പിച്ചും തമ്മിക്കൊല്ലിച്ചും ഇന്ത്യ എന്ന് പറയുന്ന പരമപ്രധാനമായ രാഷ്ട്രത്തെ അവിടെ വരുതിക്കാക്കിയ പോലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളുടെയും ചെറിയ വിഭാഗങ്ങളെ എന്തിന്റെയൊക്കെയോ പേരിൽ കൈക്കലാക്കി BJPയുടെ കൂടെയാണ്, കോൺഗ്രസ് വിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്റെയും നിങ്ങളുടെയും ശവകുടീരങ്ങൾക്ക് കാവലിരിക്കുന്ന ജോലി BJPയും RSSകാരനും ഏറ്റെടുക്കും എന്നുറപ്പുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിക്കാതെ മുന്നോട്ട് പോയാൽ ഈ രാജ്യത്തിന്റെ പവിത്രമായിട്ടുള്ള ജനാധിപത്യ മതേതര ഈശ്വര സങ്കല്പങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ BJP മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റിൽ വിജയിച്ചപ്പോൾ, രണ്ടാമത്തെ കേന്ദ്രമന്ത്രി ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മാഞ്ഞൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആളാണ് ജോർജ് കുര്യൻ. കേരളത്തിൽ നിന്നും ജോർജ് കുര്യൻ മന്ത്രിയാകാൻ യോഗ്യനാണ് എന്നൊന്നും പറയാൻ ഞങ്ങളാവല്ല. പക്ഷേ BJPയിൽ ജോർജ് കുര്യനേക്കാൾ സീനിയോറിറ്റിയുള്ള, ജോർജ് കുര്യനേക്കാൾ പ്രവർത്തന പാരമ്പര്യമുള്ള, ജോർജ് കുര്യനേക്കാളേറെ BJP RSS സംഘപരിവാർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, മുൻപ് BJPയെ നയിച്ചിട്ടുള്ള PS ശ്രീധരൻപിള്ളയുണ്ട്, K രാമൻപിള്ളയുണ്ട്, CK പത്മനാഭനുണ്ട്, PK കൃഷ്ണദാസുണ്ട്, K മുരളീധരനുണ്ട്, B മുരളീധരനുണ്ട്, കുമ്മനം രാജശേഖരനുണ്ട്, ഇങ്ങറ്റത്ത് K സുരേന്ദ്രനുണ്ട്, MD രമേശുണ്ട്, ശോഭനയുണ്ട്. എവിടെ അവസാനം നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ BJPയിൽ ഉള്ളപ്പോഴാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത്. ജോർജ് കുര്യനോട് ഞങ്ങൾക്ക് ബഹുമാനത്തോടെ പറയാനുള്ളത്, ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായത് BJPക്കാരനായതുകൊണ്ട് മാത്രമല്ല, കടുത്തുരുത്തിക്കാരനായതുകൊണ്ട് മാത്രമല്ല എന്ന് മറന്നു പോകരുത്. ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട, ഒറീസയിൽ ആക്രമിക്കപ്പെട്ട, ഡൽഹിയിൽ പീഡിപ്പിക്കപ്പെട്ട, ബംഗാളിൽ ആക്രമിക്കപ്പെട്ട മതത്തിന്റെ അവകാശിയുടെ പേര് നിങ്ങളുടെ പേരിന് മുമ്പിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജോർജ് കുര്യനായത്. നിങ്ങളുടെ പേര് ജോർജ് എന്നും നിങ്ങളുടെ അപ്പന്റെ പേര് കുര്യൻ എന്നും നിങ്ങളുടെ മതത്തിന്റെ പേര് RC എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗക്കാരനും ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കേന്ദ്രമന്ത്രിയായത്. അല്ലാതെ നിങ്ങളൊരു ഈഴവനായതുകൊണ്ടല്ല, നിങ്ങളൊരു നായരോ നമ്പൂതിരിയോ ആയതുകൊണ്ടല്ല, നിങ്ങളൊരു മുസ്ലിം ആയതുകൊണ്ടല്ല, നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ നിങ്ങൾ മന്ത്രിയായിട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ പീഡിക്കപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് നേരെ കൈയോങ്ങുന്ന RSSകാര അരുത് എന്ന് പറയാനുള്ള ധാർമ്മികതയെങ്കിലും നിങ്ങൾ കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, മതം പറയാനും ജാതി പറയാനും ഞങ്ങൾ BJPക്കാരോ RSSകാരോ അല്ല. ഞങ്ങൾ ഇന്ത്യയെ ഏക മനസ്സോടെ കാണുന്ന ജനാധിപത്യ മതേതര ഈശ്വര വിശ്വാസികളാൽ സൃഷ്ടിക്കപ്പെട്ട BR അംബേദ്കറുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളുടെ സൃഷ്ടാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നു, ഈ RSS BJP വർഗീയതയെ ഈ രാജ്യത്ത് വച്ചുറപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല. അവസാന ശ്വാസം വരെ, അവസാന കോൺഗ്രസുകാരൻ ജീവിച്ചിരിക്കുന്നത് വരെ ഞങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കും ഈ ഭാരതത്തിന് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവും പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ വളരെ സ്നേഹപുരസ്സരം കടുത്തുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.